ഞാനും കൂടിയും ഒരു ചെറിയൊരു മത്സരം വെക്കാൻ പോവാണ്. മത്സരം എന്താന്ന് വെച്ചിട്ടുള്ള ഗൈസ്, നമ്മുടെ വലിയ ബോംബുകള് ഷിൻജാന്റെ ബേസിലിട്ട് നമ്മൾ തകർക്കാൻ പോവാണ്. Let's go. കണ്ടോ ഗൈസ്, ഇങ്ങനത്തെ റോക്കറ്റുകളൊക്കെ വിട്ടിട്ടാണ് നമ്മള് ഇവിടെയുള്ള എല്ലാവരും ബേസ് ഒക്കെ തകർക്കേണ്ടത്. അപ്പൊ ഇപ്പൊ നമ്മുടെ ബേസിലുള്ള ഗൈസ് നല്ല റോക്കറ്റുകളൊന്നും ഇല്ല. കണ്ടോ, ഈ കുഞ്ഞു കുഞ്ഞു റോക്കറ്റുകളാണ്. അപ്പൊ നമുക്ക് ഈ കുഞ്ഞു റോക്കറ്റുകൾ മെർജ് ചെയ്ത് വലിയ റോക്കറ്റ് ആയിട്ട് ഷിൻജാന്റെ ബേസ് നമുക്ക് തകർക്കണണ്ട ഗൈസ്. ഇല്ല, നിനക്ക് ഒരിക്കലും പറ്റില്ല. എന്റെ വലിയ റോക്കറ്റുകളൊക്കെ ഉണ്ട്. വീഡിയോ കാണുന്ന ആരും ലൈക്ക് അടിച്ചില്ല എന്നറിയാം. എല്ലാവരും ലൈക്ക് അടിക്കി. അതേപോലെ തന്നെ ഗൈസ്, ഈ ലോബിൽ വെച്ച് ഏറ്റവും വലിയ റോക്കറ്റ് നമ്മുടെ ആക്കണമെങ്കിൽ നിങ്ങൾ എല്ലാവരും സബ് ചെയ്യട്ടെ ഗൈസ്. സബ് ചെയ്താരും പോവല്ലേ ഗൈസ്. അതാണ് ഷിൻജാന്റെ ബേസ്. അപ്പൊ ഷിൻജാന്റെ ബേസിന് തൊട്ടപ്പുറത്ത് ബേസ് കണ്ട ഗൈസ്, എന്ത് വലിയ റോക്കറ്റുകളോ നോക്കി കണ്ടോ. അപ്പൊ ഇവന്മാരുടെ മുന്നിലൊന്നും നമുക്ക് പിടിച്ചിക്കാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നട്ടെ ഗൈസ്. ഇനി പിടിച്ചിക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ ഈ സംഭവങ്ങളൊന്നും നമുക്ക് മെർജ് ചെയ്തേക്കാം. യു ഗൈസ് കണ്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് പുതിയൊരു റോക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്കൊന്ന് ഷിൻജാന്റെ ബേസ് കിട്ടോക്കാം. ഗൈസ്, ഷിൻജാന്റെ ബേസ് ലോക്കാണ്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഓക്കെ, ഇവന്റെ ബേസിക്ക് കിട്ടോക്കാം. അപ്പൊ നമ്മുടെ ആദ്യത്തെ റോക്കറ്റ് അങ്ങനെ ഇവന്റെ ബേസിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഗൈസ്, അവന്റെ നല്ല സാധനങ്ങളാണ്, അതുകൊണ്ട് തന്നെ അവന്റെ ബേസിനൊന്നും പറ്റിയില്ല. അപ്പൊ നമുക്കുള്ള ഗൈസ് കുറച്ചും കൂടി നല്ല റോക്കറ്റുകളൊക്കെ മെർജ് ചെയ്തിട്ട് വേണം നമുക്ക് വേറെ ആൾക്കാരുടെ ബേസ് തകർക്കാനായിട്ട്. അപ്പൊ ഞാൻ എന്തായാലും ഇവിടെ മാക്സിമം റോക്കറ്റുകളൊക്കെ മെർജ് ആക്കിയിട്ട് വലിയ റോക്കറ്റ് ആക്കട്ടെ ഗൈസ്. പിന്നെ ഗൈസ്, നമ്മുടെ ബേസ് ഇപ്പൊ ലോക്കാണ്. കണ്ടോ, 10 സെക്കൻഡ് കൂടി കഴിഞ്ഞാൽ നമ്മുടെ ബേസ് ഇപ്പൊ അൺലോക്ക് ആവും. അപ്പൊ നമ്മുടെ ബേസിക്കുള്ള ഗൈസ് ആരെങ്കിലും ഒക്കെ മിസൈലൊക്കെ വിടുന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് തന്നെ ആദ്യം വിട്ടേക്കാം. ഓക്കെ, ഷിൻജാന്റെ ബേസ് ഏകദേശം 52 സെക്കൻഡ് എടുക്കും ഗൈസ് അൺലോക്ക് ആവാനായിട്ട്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇവന്റെ ബേസിലോട്ട് ഇട്ടേക്കാം. ഓക്കെ ഗൈസ്, അങ്ങനെ ഞാൻ അവന്റെ ബേസിലോട്ട് നമ്മുടെ റോക്കറ്റ് ഇട്ടുണ്ട്. യോ ഗൈസ് കണ്ടു. പക്ഷെ ഗൈസ്, അവന്റെ ബേസിന് ഒന്നും പറ്റിയില്ല. അപ്പൊ എനിക്ക് തോന്നുന്നില്ല ഗൈസ്, നമുക്ക് കുറച്ചും കൂടി നല്ല റോക്കറ്റ് വേണം. കണ്ടു ഗൈസ്, കൂൾ ഡൗൺ ടൈം. അപ്പൊ ഈ ടൈം നോക്കി നമ്മുടെ ബേസിക്ക് ആരെങ്കിലും റോക്കറ്റ് വിട്ട് കഴിഞ്ഞാ കണ്ടോ ഗൈസ്, ഞാൻ പറഞ്ഞില്ല അപ്പയ്ക്കും പോയി. കണ്ടോ, എല്ലാം പോയില്ല ടൈസേ. നിനക്ക് ഇങ്ങനെ തന്നെ വേണം. എന്താണ് ചിഞ്ഞാൽ നീ അങ്ങനെ പറയണത്? ഞാൻ കഷ്ടപ്പെട്ട് ഇത്ര ആക്കിയിട്ട് നിനക്കൊരു വിലയില്ലേ? ഇല്ല ടൈസ്, നീ ആദ്യം എന്റെ ബേസിക്കല് വിട്ടേ. നിനക്ക് അങ്ങനെ തന്നെ വേണം. അപ്പൊ ഗൈസ്, നമുക്കുണ്ടല്ലോ, നമുക്ക് ഷിൻജാനെ എങ്ങനെങ്കിലും തോപ്പിച്ചേ പറ്റൂ. അപ്പൊ നമുക്കുള്ള ഗൈസ് ഇവിടെ അപ്ഗ്രേഡ് ഉണ്ട്. ഇവിടെ 3 അപ്ഗ്രേഡ് ആണുള്ളത്. ഒന്ന് സ്പോൺടെയർ, അതുപോലെ തന്നെ മാക്സ് സ്പോൺ ലോക്ക് ബേസ്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് മാക്സ് സ്പോൺ ചെയ്തേക്കാം. അങ്ങനെയാണെങ്കിൽ ഗൈസ് നമ്മുടെ ഈ റോക്കറ്റുകളൊക്കെ പെട്ടെന്ന് പോണാവുന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഞാൻ എന്തായാലും ഇതൊക്കെ ഒന്ന് മെർജാക്കട്ടെ. ഗൈസ്, നമ്മുടെ ബേസ് ഇപ്പൊ അൺലോക്ക് ആവുന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ ഗൈസ്, നമ്മുടെ ബേസ് ഇപ്പൊ അൺലോക്ക് ആവും. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഏറ്റവും വലിയ സാധനം നമ്മുടെ കയ്യിൽ പിടിച്ചേക്കാം. അങ്ങനെയാണെങ്കിൽ ഗൈസ് വേറെ ആരെങ്കിലും നമ്മുടെ ബേസിക്ക് മിസൈൽ വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ സാധനം പോവില്ല. ഇത് നമ്മുടെ കയ്യിലിരിക്കണം, കാരണം ഇത് നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കും. മനസ്സിലായി ഗൈസ്? എനിക്കൊന്നും മനസ്സിലായില്ല. എടാ ഷിൻജാനെ, ആരെങ്കിലും റോക്കറ്റ് വിടുമ്പോ ഇതിന്റെ ഏറ്റവും വലിയ സാധനം എടുത്ത് കയ്യിൽ പിടിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ അത് പോവില്ലാന്ന്. ഇപ്പൊ മനസ്സിലായി. ഇങ്ങനെ തെളിച്ച് പറഞ്ഞു ടോയ്സേ, എനിക്കൊന്നും മനസ്സിലായില്ല ആദ്യം പറഞ്ഞപ്പോ. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ ബേസ് നമുക്ക് ഒന്നും കൂടി ഒന്ന് ലോക്ക് ചെയ്തേക്കാം. യു ഗൈസ്, അങ്ങനെ നമ്മള് അത് ഇവിടെ വെച്ചിട്ട് ബാക്കിയുള്ള മിസൈലുകളൊക്കെ ഒന്ന് മെർജ് ചെയ്തിട്ട് ഗൈസ് ഇത് ഇങ്ങനെ മെർജ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ സാധനം ഇവിടെ മെർജ് ചെയ്തിട്ടുണ്ട്. യോ ഗൈസ്, അങ്ങനെ നമ്മുടെ അടുത്ത മിസൈൽ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ടു ഗൈസ്, ഇതാണ് നമ്മുടെ ഏറ്റവും പവറുള്ള മിസൈല്. അപ്പൊ ഞാൻ എന്തായാലും ഇത് നമുക്കൊരു കാര്യം ചെയ്യാം, ഷിൻജാന്റെ ബേസിൽ ഇട്ടേക്കാം. എങ്ങനെയുണ്ട് ഷിൻജാനെ? ഇത് കണ്ടോ? നമ്മുടെ എല്ലാം പോയിട്ടുണ്ട്. ഞാനാണെങ്കിൽ ഗൈസ് നമ്മുടെ ബേസിലൊക്കെ മറന്നുപോയി ഗൈസ്, അതാണ് പ്രശ്നം. അപ്പൊ നമുക്കൊരു കാര്യം ഗൈസ്, നമുക്ക് 2x ക്യാഷ് എടുത്തേക്കാം. അങ്ങനെ നമുക്ക് കുറെ പൈസ കിട്ടും. അപ്പൊ നമുക്കുള്ള ഗൈസ് നമ്മുടെ മിസൈലുകൾ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് എന്തെങ്കിലും ബേസ് ലോക്കാവുണ്ട് നോക്കിയിരിക്കണ ഗൈസ്, അല്ലെങ്കിൽ നമ്മുടെ മിസൈൽ പോകുന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ ഗൈസ്, ഇത് രണ്ടും മെർജ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നമ്മുടെ ബേസ് ഇപ്പോ അൺലോക്ക് ആവാറായിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതങ്ങനെ എടുത്ത് കയ്യിൽ പിടിച്ചിട്ടുണ്ട്. കണ്ടോ ഗൈസ്, സ്കൂൾ ടൈം 30 സെക്കൻഡ് ആണ്. ഓക്കെ, അപ്പൊ അത്ര നേരം നമ്മൾ കയ്യിൽ പിടിച്ചിരിക്കണ ഗൈസ്, അല്ലെങ്കിൽ നമ്മുടെ എല്ലാ ന്യൂക്ലിയർ ബോംബും പൂന്നാണ് എനിക്ക് തോന്നുന്നത്. ഗൈസ് കണ്ടോ ഗൈസ്, ഷിൻജാന്റെ ബേസ് അവിടെ അൺലോക്ക് ആയി എടുക്കാണ്. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ മിസൈൽ വിട്ടേക്കാം. Let's go. എടാ ഷിൻജാനെ കണ്ടോ? എന്താ ഷിൻജാനെ, എല്ലാം പോയല്ലേ? നിന്നെ ഞാൻ ശരിയാക്കിയടാ. ഷിൻജാൻ ഇപ്പൊ നമ്മുടെ ബേസിക്ക് മിസൈൽ വിടുന്നാണ് തോന്നുന്നത്. കറക്റ്റ് ടൈമിൽ നമ്മൾ ലോക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇവിടെ കുറെ റോക്കറ്റുകൾ വന്നിട്ടുണ്ട്. ഇത് ഞാൻ ഒന്ന് മെർജ് ചെയ്തിട്ട് ഗൈസ്, അത് ഞാൻ മെർജ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതും മെർജ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഗൈസ്, ഇനി നമുക്ക് ഇത് വെച്ചാണ് മെർജ് ചെയ്യേണ്ടത്. അത് വെച്ച് മെർജ് ചെയ്യാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. നമുക്ക് എന്തായാലും നോക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ബേസ് അങ്ങനെ അൺലോക്ക് ആവാറായിട്ടുണ്ട്. അപ്പൊ ഞാൻ നമ്മുടെ മെയിൻ സാധനം എടുത്ത് കയ്യിൽ പിടിച്ചിട്ടുണ്ട്. കണ്ടോ ഗൈസ്, ഇങ്ങനെയാണ് കളിക്കേണ്ടത്. നിന്നെ ഞാൻ ഇപ്പൊ ശരിയാക്കിയരാ. ഷിൻജാൻ റോക്കറ്റ് ഇട്ടുണ്ട്.
ഗൈസ് കണ്ടു നമ്മുടെ എല്ലാം പോയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ടോയ്സ്? നിന്നെ ഞാൻ ശരിയാക്കിയാടെ ഷിൻചാനെ. ഓക്കെ ഗൈസ് അപ്പൊ നമ്മുടെ ഷിൻചാന്റെ മൊത്തം പോയിട്ടുണ്ട് കണ്ടു. ഓക്കെ ഗൈസ് അപ്പൊ ഇപ്പൊ നമ്മുടെ 16K ഡോളർ ആയിട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം ഗൈസ്, നമ്മുടെ ലോക്ക് പേസ് ചെയ്തേക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് 10 സെക്കൻഡ് കൂടുതൽ കിട്ടട്ടെ ഗൈസ്. അപ്പൊ ഇനി നമുക്ക് ചെയ്യേണ്ടത് സ്പോൺ ടയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഗൈസ് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇതിൽ നിന്ന് സ്പോൺ ആവുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതെ ഗൈസ് അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ അപ്പൊ ഞാൻ എന്തായാലും കുറച്ചും കൂടി നല്ല റോക്കറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ നോക്കട്ടെ. ഓക്കെ അപ്പൊ നമ്മുടെ ബേസ് അങ്ങനെ അൺലോക്ക് ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ നമ്മുടെ മെയിൻ സാധനം എടുത്ത് കയ്യിൽ പിടിച്ചിട്ടുണ്ട് ഗൈസ്. ആരും വിടാണ്ടിരുന്നാ മതിയായിരുന്നു. വേണ്ട വേണ്ട പ്ലീസ് വിടല്ലേ. നോ ഗൈസ് കണ്ടോ എങ്ങനെയുണ്ട് ടോയ്സ്? ഗൈസ് അപ്പൊ ഷിൻചാന്റെ ബേസ് നമുക്ക് എങ്ങനെങ്കിലും തകർക്കണം. കണ്ടു ഗൈസ് നമ്മൾ ഇത്ര നേരം കഷ്ടപ്പെട്ടത് മൊത്തം ഷിൻചാൻ ഒറ്റയടിക്കില്ലാണ്ടാക്കി. ഇത് ഞാൻ സമ്മതിക്കില്ല ഗൈസ്, സമ്മതിക്കില്ല. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഉള്ള ഗൈസ് കുറച്ചുകൂടി നല്ല റോക്കറ്റ് ആണ് വേണ്ടത്. ഓക്കെ ഗൈസ് അപ്പൊ നമ്മുടെ ബേസ് ഇപ്പൊ അൺലോക്ക് ആവർ ആയിട്ടുണ്ട്. അതിന് മുമ്പുള്ള ഗൈസ് ഞാൻ ഇതൊന്ന് മെർജ് ചെയ്യട്ടെ. അപ്പൊ ഇപ്പൊ നമുക്ക് പുതിയ മിസൈൽ കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത്. യു ഗൈസ് അങ്ങനെ ഇതും ഞാൻ അങ്ങനെ മെർജ് ചെയ്തിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. അയ്യേ ഗൈസ് ഇതേതാണ്, ഇതേതോ പൊട്ട സാധനം എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇത് നല്ല ഡാമേജ് ആണെന്ന് എനിക്ക് തോന്നട്ടെ ഗൈസ്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ആരുടെ ബേസിക്കാണ് ഗൈസ് വിടേണ്ടത്. ഓക്കെ അവിടെ ഒരു നിൽക്കുന്നുണ്ട്, അവന്റെ ബേസിലോട്ട് ഒന്ന് വിട്ടോക്കാം. ഓക്കെ ലെറ്റ്സ് ഗോ. അപ്പൊ അവന്റെ ബേസിലൊന്ന് വിട്ടോക്കാം ഗൈസ്. അങ്ങനെ അവന്റെ എല്ലാ റോക്കറ്റുകളും ഞാൻ ഡിഫീറ്റ് ചെയ്തിട്ടുണ്ട്. യോ അപ്പൊ നമുക്ക് നമ്മുടെ ബേസ് ഒന്ന് ലോക്ക് ചെയ്തിട്ട് നമുക്ക് കുറച്ചുകൂടി റോക്കറ്റുകൾ മെർജ് ചെയ്യട്ടെ ഗൈസ്. അപ്പൊ ഇനി നമുക്ക് അപ്ഗ്രേഡിൽ പോവാണെങ്കിൽ മാക്സ് സ്പോൺ റേറ്റ് ഇത് കൂട്ടിയേക്കാം. ഓക്കെ ഗൈസ് ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലത്തെ ഒരെണ്ണം കൂടി കിട്ടി കഴിഞ്ഞാൽ സെറ്റ് ആയിട്ടാ ഗൈസ്. പക്ഷെ അതേപോലത്തെ ഒരെണ്ണം കൂടി കിട്ടും എനിക്ക് തോന്നില്ല ഗൈസ്, കാരണം നമ്മുടെ ബേസ് ഇപ്പോ അൺലോക്ക് ആവുന്ന എനിക്ക് തോന്നുന്നത്. ഓക്കെ ഗൈസ് അപ്പൊ നമ്മുടെ മെയിൻ സാധനം ഞാൻ എടുത്ത് കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ഇതാണ് ഗൈസ് നമുക്ക് വേണ്ടത്. ബാക്കിയൊന്നും പോയാലും കുഴപ്പമില്ല, പക്ഷെ ആരും മിസൈൽ വിടാണ്ടിരുന്നാ മതിയായിരുന്നു. ഊനോ ഗൈസ് ദേ വരുന്നേ. നോ ഗൈസ് എന്തോ ഭാഗ്യത്തിന് ആരും നമ്മുടെ ബേസിക്ക് ഒന്നും വിട്ടില്ല ഗൈസ് ഇപ്രാവശ്യം. ഓക്കെ അപ്പൊ ഞാൻ നമ്മുടെ ബേസ് ലോക്ക് ചെയ്ത് നമുക്ക് കുറച്ചുകൂടി നല്ല സാധനം ഉണ്ടാക്കാൻ പറ്റുമോ നോക്കാം. എന്തായാലും പറ്റും ഗൈസ്, എന്തായാലും പറ്റും. ഓക്കെ ലേസ്കോ അപ്പൊ ഞാൻ വേഗം ഒന്ന് മെർജ് ചെയ്തിട്ട് ഗൈസ്. ഓക്കെ പിന്നെ ഗൈസ് നമ്മുടെ ഇപ്പൊ 41K ഡോളർ ആയിട്ടുണ്ട്. ഗൈസ് വേഗം തന്നെ നമ്മുടെ സ്പോൺ ടയറും അതേപോലെ തന്നെ നമ്മുടെ ലോക്ക് ബേസും കൂടി കൂട്ടിയിട്ടുണ്ട് ഗൈസ്. ലേസ്കോ അത്രേ ഉള്ളൂ ഗൈസ്, അത്രേ ഉള്ളൂ. അപ്പൊ ഇതും മെർജ് ചെയ്തിട്ടുണ്ട്. ഇതെടുത്ത് ഇവന്റെ ഒപ്പം മെർജ് ചെയ്തിട്ടുണ്ട്. യോ ഗൈസ് അപ്പൊ ഇപ്പൊ നമ്മൾ പുതിയ മിസൈൽ ഉണ്ടാക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതെ ഗൈസ് അങ്ങനെ നമ്മുടെ 64 ഡാമേജിന്റെ മിസൈൽ അങ്ങനെ ഇവിടെ ആയിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. അപ്പൊ ഇത് പോവാണ്ട് നമുക്ക് നോക്കണ്ട ഗൈസ്. നമ്മുടെ ബേസ് അൺലോക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം അതെടുത്ത് കയ്യിൽ പിടിക്കണം, അല്ലെങ്കിൽ പണി പാളൂട്ടെ ഗൈസ്. ഞാൻ നിന്റെ ബേസിൽ മിസൈൽ വിട്ടേ. എടാ ഷിൻചാനെ വേണ്ട. വീടും ടോയ്സേ വീടും. നീ ആദ്യം എല്ലാ സാധനം കളഞ്ഞില്ല ടോയ്സേ. അതൊക്കെ ഭയങ്കര വിഷമായി. ഇപ്രാവശ്യം ഞാൻ നിന്റെ ബേസിക്ക് ഒരു വലിയൊരു മിസൈൽ വിടാൻ പോണെന്ന് നീ നോക്കിയിരുന്നോ? നോക്കി ഗൈസ് ഇനി 10 സെക്കൻഡ് കൂടി ഉള്ളൂ. ഇപ്പൊ ഒരു വലിയൊരു മിസൈൽ വരുന്നതാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. അപ്പൊ ഞാൻ എന്താ ഗൈസ് ഈ മിസൈൽ എടുത്ത് കയ്യിൽ പിടിക്കട്ടെ. Ready, 1, 2, 3, let's go. ഊനോ ഗൈസ് ഷിൻചാന്റെ മിസൈൽ വരുന്നോ. ഊനോ ഗൈസ് നമ്മുടെ എല്ലാം പോയിട്ടുണ്ട് കണ്ടോ. ഇനി വരും ടോയ്സേ നീ നോക്കിയിരുന്നോ? ഊനോ ഗൈസ് അപ്പൊ നമുക്ക് ഷിൻചാന്റെ ബേസ് എങ്ങനെയെങ്കിലും തകർക്കണം. അപ്പൊ ഞാൻ നമ്മുടെ ബേസ് ഒന്ന് ലോക്ക് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് റോക്കറ്റുകൾ മെർജ് ചെയ്തിട്ട് ഗൈസ്. അപ്പൊ നമുക്കുള്ള ഗൈസ് നമ്മുടെ സ്പോൺ ടയർ കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് വലിയ വലിയ റോക്കറ്റുകളൊക്കെ കിട്ടും. അപ്പൊ ഇനി നമുക്ക് അങ്ങനെയാണ് ചെയ്യേണ്ടത് ഗൈസ്. അപ്പൊ അതിന് നമുക്കുള്ള ഗൈസ് ഇനി 58K ഡോളർ വേണം. അപ്പൊ ഞാൻ ഇതൊന്ന് മാക്സിമം ഒന്ന് മെർജ് ചെയ്തിട്ട് ഗൈസ്. മെർജ് ചെയ്തിട്ട് ഗൈസ്. അപ്പൊ നമ്മുടെ ബേസ് അൺലോക്ക് ആവർ ആയിട്ടുണ്ട്. 10 സെക്കൻഡ് കൂടി ഉള്ളു ഗൈസ്. ഓക്കെ ഇത് ഞാൻ അടുത്ത് കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ഷിൻചാൻ അവിടെ കാര്യമായിട്ട് എന്തോ പണിയിലാണ്ട ഗൈസ് കണ്ടോ. അതുകൊണ്ട് അവൻ നമ്മുടെ ബേസിക്ക് വീട്ടിലാന്ന് എനിക്ക് തോന്നുന്നത്. ഷിൻചാന്റെ ബേസിക്ക് ഏതൊരു വലിയ റോക്കറ്റ് വിട്ടു. ഷിൻചാനോട് കരയണേ, പക്ഷെ കുഴപ്പമില്ല ഗൈസ്, അവനത് നന്നായി. അപ്പൊ നമ്മുടെ ബേസ് നമുക്കൊന്ന് ലോക്ക് ചെയ്തേക്കാം. ഭാഗ്യത്തിന് ഗൈസ് നമ്മുടെ ബേസിക്ക് ആരും ഒന്നും വിട്ടില്ല. പാവ ഷിൻചാൻ ഗൈസ്. ലെറ്റ്സ് ഗോ ഗൈസ്. അങ്ങനെ നമ്മള് ഇതും കൂടി മെർജ് ചെയ്യാൻ പോവാണ്. യോ കണ്ടു ഗൈസ് ഇപ്പൊ നമുക്ക് അടിപൊളി ഒരു മിസൈൽ വന്നിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. അപ്പൊ ഇനി നമുക്കുള്ള ഗൈസ് ഇതേപോലത്തെ മിസൈൽ ഉണ്ടാക്കേണ്ടത്. അപ്പൊ ഇപ്പൊ നമ്മുടെ ഉള്ള ഗൈസ് 84K ഡോളർ ഉണ്ട്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ സ്പോൺ ടയർ ഒന്നുകൂടി കൂട്ടിയേക്കാം. യോ ഗൈസ് കണ്ടു ഇപ്പൊ നമുക്ക് ഈ വലിയ മിസൈലാണ് സ്പോൺ അയക്കണത്. അപ്പൊ ഇനി നമ്മൾ അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ ഗൈസ് നമുക്ക് ഈ മിസൈലോട്ട് വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ ഗൈസ് അപ്പൊ നമ്മുടെ പുതിയ മിസൈലൂടെ മെർജിയർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതെ ഗൈസ് ഈ പ്രാവശ്യം നമ്മൾ എന്തായാലും മെർജ് ചെയ്യട്ടെ ഗൈസ്. ലെറ്റ്സ് ഗോ. അത്രേ ഉള്ളൂ ഈസി. യോ ഗൈസ് അങ്ങനെ നമ്മള് ഇവനെ മെർജ് ചെയ്യാൻ പോകണ്ട ഗൈസ്. അപ്പൊ ഇപ്പൊ നമുക്ക് ഏത് മിസൈൽ കിട്ടും നോക്കാം. യോ ഗൈസ് കണ്ടു ഇപ്പൊ നമുക്ക് അത്യാവശ്യം അടിപൊളി ഒരു മിസൈൽ കിട്ടിയിട്ടുണ്ട്. നമുക്കുള്ള ഗൈസ് ഇവന്റെ ബേസിക്ക് ഒന്ന് വിട്ടു നോക്കിയേക്കാം. ഓക്കെ ഗൈസ് അവന്റെ ബേസിക്ക് അങ്ങനെ ഞാൻ വിട്ടിട്ടുണ്ട്. യോ ലെറ്റ്സ് ഗോ. അത്രേ ഉള്ളൂ. നോ ഗൈസ് ഇവൻ നമ്മുടെ ബേസിക്ക് വിടുന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ 7 സെക്കൻഡ് കൂടി ഉള്ള ഗൈസ്. 6 സെക്കൻഡ് 5 സെക്കൻഡ്. ഓക്കെ ഇപ്പൊ നമ്മുടെ ബേസ് ലോക്ക് ആക്കട്ടെ ഗൈസ്. ഓക്കെ ഗൈസ് അപ്പൊ നമ്മുടെ ബേസ് അങ്ങനെ ഞാൻ ഫൈനലി ലോക്ക് ആക്കിയിട്ടുണ്ട്. ഗൈസ് ഇപ്പോഴാണ് സമാധാനമായത്. അപ്പൊ ഇനി നമുക്കൊരു കാര്യം നമ്മുടെ ബേസിന്റെ ലോക്ക് ചെയ്തേക്കാം. അതേപോലെ തന്നെ സ്പോൺ ടയർ. ലെറ്റ്സ് ഗോ ഗൈസ്. കണ്ടോ നമുക്ക് ഇതൊന്നും പോരാട്ടെ ഗൈസ്. നമുക്ക് ഇനിയും അപ്ഗ്രേഡ് ചെയ്യണം. എന്നിട്ട് വേണം ഗൈസ് നമുക്ക് ഈ ലോബിൽ വെച്ച് ഏറ്റവും വലിയ റോക്കറ്റ് ഉണ്ടാക്കാനായിട്ട്. ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പൊ നമ്മൾ ഇതങ്ങനെ മെർജ് ചെയ്യാൻ പോവാണ്. യോ ഗൈസ് അത് നമ്മൾ അങ്ങനെ മെർജ് ചെയ്തിട്ടുണ്ട്. ഗൈസ് അപ്പൊ നമ്മുടെ ബേസ് ആണല്ലോ
അൺലോക്ക് ആയിട്ടുണ്ട്. ഗൈസ് എന്തോ ഭാഗ്യത്തിന് ഷിൻജാനായിട്ടാണ് അവൻ ഫൈറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. പക്ഷെ ഷിൻജാന്റെ അടിപൊളി സാധനങ്ങളുണ്ട് ഗൈസ്. കണ്ടോ അവൻ ഇവന്റെ ബേസിക്ക് വിട്ട് കഴിഞ്ഞാൽ ഗൈസ് നമുക്ക് അവന്റെ ബേസിക്ക് ഒന്ന് ലോഞ്ച് ചെയ്തേക്കാം. ഓക്കേ ചാവടാ. ഓക്കേ ഗൈസ് ഞാനങ്ങനെ വിട്ടിട്ടുണ്ട്. അവന്റെ ബേസ് നമ്മളങ്ങനെ ഒന്നുമില്ലാണ്ടാക്കിയിട്ടുണ്ട്. അയ്യോ ഗൈസ് ഇപ്പൊ അവൻ നമ്മുടെ ബേസിക്ക് വിടുന്ന എനിക്ക് തോന്നുന്നത്. ഗൈസ് അവൻ ലെഫ്റ്റ് അടിച്ച് പോയിട്ടുണ്ട് പാവം. ഓക്കെ അപ്പൊ നമ്മുടെ ബേസ് ഒന്ന് ലോക്ക് ചെയ്തേക്കാം. അപ്പൊ ഇപ്പൊ നമ്മുടെ ഗൈസ് 180K ഡോളർ ആയിട്ടുണ്ട്. ഞാൻ എന്താ ഗൈസ് നമ്മുടെ ഇല്ല ഗൈസ് നമുക്ക് സ്പോൺ ടയർ കൂട്ടണമെങ്കിൽ 324K ഡോളർ വേണം. അപ്പൊ നമുക്ക് നമ്മുടെ ബേസിന്റെ ലോക്കും അതേപോലെ തന്നെ മാക്സ് സ്പോൺ കൂട്ടിയേക്കാം. ഓക്കെ ഗൈസ് അപ്പൊ നമ്മൾ ഏകദേശം മെർജർ ആയിട്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ല ഗൈസ് ഇതേപോലത്തെ ഒന്നും കൂടി വേണല്ലേ. ഓനോ അപ്പൊ നമുക്കൊരു കാര്യം ചെയ്ത് നമുക്ക് നമ്മുടെ സ്പോൺ ടയർ ഒന്ന് അപ്ഗ്രേഡ് ചെയ്തേക്കാം. ഓക്കെ ഗൈസ് അങ്ങനെ സ്പോൺ ടയർ ഞാൻ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കുള്ള ഗൈസ് പെട്ടെന്ന് തന്നെ മെർജ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയുള്ളൂ ഗൈസ് അത്രയുള്ളൂ. ഈസി ഇതും മെർജ് ചെയ്തിട്ടുണ്ട്. അടുത്ത നമുക്ക് ഇതേപോലത്തെ ഒന്നും കൂടി വേണല്ലോ ഗൈസ്. ഓക്കെ അതിപ്പോ തന്നെ ആവുന്നാണ് എനിക്ക് തോന്നുന്നുണ്ട് ഗൈസ്. ഓക്കെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ലെറ്റ്സ് ഗോ ഗൈസ് അങ്ങനെ എല്ലാം അങ്ങനെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇവൻ അങ്ങനെ മെർജ് ചെയ്തിട്ട് അടുത്ത ഏതാണ് കിട്ടാൻ നോക്കട്ടെ. ഇവൻ ഇങ്ങോട്ട് മെർജ് ചെയ്തിട്ടുണ്ട്. ഇവനെ ഇങ്ങോട്ട് മെർജ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഗൈസ് ഗൈസ് കണ്ടു നമുക്ക് അത്യാവശ്യം വലിയൊരു സാധനമാണ് കിട്ടിയെന്നാണ് തോന്നുന്നത്. അപ്പൊ ഇത് നമുക്ക് ആരുടെ ബേസിക്ക് വിടണം ഗൈസ്? ഷിൻജാന്റെ ബേസിക്ക് വിട്ടാലോ ഗൈസ് നമുക്ക്? ഗൈസ് വേണ്ട നമുക്ക് ഇവന്റെ ബേസിലോട്ട് വിട്ടേക്കാം. ഓക്കെ അപ്പൊ ഞാൻ എന്തായാലും ലോഞ്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഗൈസ് ഇവനാണ് നമ്മുടെ ടാർഗറ്റ്. അത്രേ ഉള്ളൂ ഗൈസ്. അവന്റെ എല്ലാ സംഭവങ്ങളും നമ്മൾ അങ്ങനെ കളഞ്ഞിട്ടുണ്ട്. പാവൻ ചെക്കൻ ഇപ്പോ എക്സിറ്റ് അടിച്ച് പോകുന്നാണ് എനിക്ക് തോന്നുന്നുണ്ട് ഗൈസ്. ഷിൻജാൻ അവിടെ വെറുതെ എന്നാണ് തോന്നുന്നത്. അപ്പൊ അവന്റെ ബേസിക്ക് ഒന്നും നമുക്ക് വിട്ടോക്കില്ല ഗൈസ്. പക്ഷെ ഗൈസ് ഈ റോക്കറ്റ് വിടണമെങ്കിൽ ഏകദേശം 10 മിനിറ്റ് എടുക്കും. അതാണ് പ്രശ്നം. അവൻ നമ്മുടെ ബേസിക്ക് റോക്കറ്റ് വിട്ട് ഗൈസ് അവൻ നമുക്ക് ഇപ്പൊ ശരിയാക്കി കൊടുക്കാം. അത്രേ ഉള്ളൂ ഗൈസ് അത്രേ ഉള്ളൂ. എല്ലാം ഒന്ന് മെർജ് ചെയ്തിട്ട് ഗൈസ് അപ്പൊ നമ്മുടെ മെയിൻ ലക്ഷ്യം എന്താണെന്നറിയോ? നമ്മുടെ മുമ്പിലുള്ള സിറ്റി കണ്ട ഗൈസ് ഇതാണ് നമുക്ക് ഡിഫീറ്റ് ചെയ്യേണ്ടത്. അതേടാ ഷിൻജാനെ അങ്ങനെയാണല്ലേ. അപ്പൊ ഞാനുള്ള ഗൈസ് നമ്മുടെ മെയിൻ റോക്കറ്റ് നമുക്ക് ആ സിറ്റിക്ക് വിട്ടോക്കാം. പക്ഷെ അതിന് 9 മിനിറ്റ് കഴിയണ്ട ഗൈസ്. എന്നാലും നമുക്ക് അത് വിടാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ എന്താ ഗൈസ് അത്ര നേരം ഇവിടെ വലിയ വലിയ റോക്കറ്റുകളൊക്കെ ഒന്ന് മെർജ് ചെയ്തുണ്ടാക്കട്ടെ. ഓക്കെ അപ്പൊ ഇനി നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ എത്ര വേണം ഗൈസ്? 762K വേണം. നമുക്കൊരു കാര്യം ചെയ്യാം നമ്മുടെ ബേസിന്റെ ഇതൊന്ന് അപ്ഗ്രേഡ് ചെയ്തേക്കാം. അതേപോലെ തന്നെ നമ്മുടെ മാക്സ് സ്പോൺ റേറ്റ് ഓക്കെ ഇതും കൂടി ചെയ്തിട്ടുണ്ട്. ഓക്കെ ഗൈസ് അങ്ങനെ അവസാനം നമ്മൾ ഈ വലുതും കൂടി മെർജ് ചെയ്യാൻ പോകണ്ട ഗൈസ്. അപ്പൊ ഇപ്രാവശ്യം നമുക്ക് ഇത് കിട്ടുന്നു ഗൈസ്. കണ്ടോ നമുക്കൊരു അടിപൊളി സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം ഗൈസ് ഈ റോക്കറ്റ് നമുക്ക് ആ സിറ്റിയിലോട്ടൊന്ന് വിട്ടോക്കാം. ഓക്കെ ഞാൻ ആ സിറ്റിയിലോട്ട് അങ്ങനെ വിടാൻ പോവാണ്. അപ്പൊ ഇപ്പൊ ഈ സിറ്റിയുടെ ഹെൽത്ത് 6 മില്യൺ ആട്ടോ ഗൈസ്. അപ്പൊ ഇത് വിടുമ്പോ എത്രയോ നോക്കാം. എത്രയോ 1 മില്യണേ കുറഞ്ഞുള്ളൂ. ഞാൻ വിചാരിച്ചു ഗൈസ് നല്ലോണം കുറയുന്നതാണ്. അപ്പൊ നമുക്കുള്ള ഗൈസ് ഈ സിറ്റി ഡിഫീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തൊക്കെയോ പൈസ കിട്ടുന്ന എനിക്ക് തോന്നുന്നത്. അല്ല ഗൈസ് സിറ്റിക്ക് നമുക്ക് റോക്കറ്റ് വിടുമ്പോ നമുക്ക് പൈസ കിട്ടി. കണ്ടോ ഇത് ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല. അപ്പൊ നമുക്ക് നമ്മുടെ ഫോൺ ടയർ കൂട്ടിയേക്കാം. അതേപോലെ തന്നെ ലോക്ക് ബേസ് കൂട്ടിയേക്കാം. മാക്സ് ഫോണും കൂടി കൂട്ടിയേക്കാം. ലെറ്റ്സ് ഗോ. ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് ഗൈസ് പരിപാടി. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഗൈസ് അങ്ങനെ നമ്മള് പുതിയൊരു മിസൈൽ മെർജ് ചെയ്തുണ്ടാക്കാൻ പോവാണ്. ഇത് കണ്ടോ ഇത് അത്യാവശ്യം ഒരു അടിപൊളി മിസൈൽ ആണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം ഗൈസ്. നമുക്ക് കിട്ടല്ലോ ഇത് നമുക്ക് അവന്റേക്ക് കിട്ടല്ലോ ഗൈസ്. നമുക്കൊരു കാര്യം ചെയ്യാം അവന്റേക്ക് കിട്ടോക്കാം. നമ്മുടെ വലിയ മിസൈൽ ആണ് ഗൈസ്. അപ്പൊ അവന്റെ ബേസ് മൊത്തത്തിൽ ഡിഫീറ്റ് ആവുന്ന എനിക്ക് തോന്നുന്നത്. നോക്കട്ടെ അങ്ങനെ അവന്റെ ബേസ് നമ്മള് ഒന്നുമില്ലാണ്ടാക്കിട്ടുണ്ട്. കണ്ടോ ഗൈസ് പാവൻ ചെക്കൻ നിക്കണോക്കിയേ. നീ കാണിക്കണത് പാവൻ ചെക്കനെ എത്രമാത്രം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാന്നറിയോ? നീ അത് ഒറ്റ മിസൈൽ കൊണ്ട് തകർത്ത് കളഞ്ഞില്ലേ ടോയ്സേ? എടാ ഷിൻജാൻ അത് കുഴപ്പമില്ലടാ. ആരാ ടോയ്സേ? എന്നാ ഞാനും കൂടി വിട്ടേ. ആ വിട്ടോ ഷിൻജാനെ. ഓക്കെ ഞാൻ വിടാൻ പോണു ടോയ്സേ. ലെറ്റ്സ് ഗോ. ഗൈസ് കണ്ടോ ഷിൻജാൻ അവന്റെ ബേസ് തകർത്തു. ഗൈസ് പാവം കുട്ടി. കൊള്ളാട് ഷിൻജാനെ കൊള്ളാം. ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ റോക്കറ്റുകളൊക്കെ ഒന്ന് മെർജ് ചെയ്തേക്കാം. ഗൈസ് നമുക്ക് ഒരു അടിപൊളി മിസൈൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് ആരുടെ ബേസിക്കാണ് ഗൈസ് വിടേണ്ടത്? നമുക്കുള്ള ഗൈസ് ഷിൻജാന്റെ ബേസിക്ക് ഒന്ന് വിട്ടോക്കാം. അല്ല ഗൈസ് നമുക്ക് അങ്ങോട്ട് പോവാൻ പറ്റൂ. ഗൈസ് നമുക്ക് ഷിൻജാന്റെ ബേസിക്ക് പോകാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നത്. ഓക്കെ അപ്പൊ ഞാൻ എന്തായാലും അങ്ങോട്ട് പോയി നോക്കട്ടെ. എടാ ഷിൻജാനെ നീ മിസൈൽ കൊണ്ട് ഇങ്ങോട്ട് വന്നോ? അതെടാ ഷിൻജാനെ എങ്ങനെയാണ് എന്റെ പുതിയ മിസൈല്? അപ്പൊ ഗൈസ് ഷിൻജാന്റെ ബേസ് ഇപ്പൊ നോക്കാവുന്നതാണ് തോന്നുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ തന്നെ നിന്ന് ഷിൻജാന്റെ ബേസിക്ക് മിസൈൽ വിടട്ടെ ഗൈസ്. ഞാൻ കേട്ടില്ല. ഒന്നുമില്ലടാ ഷിൻജാനെ ഞാൻ ഇവിടെ നിന്റെ കൂടെ കൂടല്ലെന്ന് ആലോചിക്കാം. നമുക്ക് ഒരുമിച്ച് എല്ലാവരും മിസൈൽ ഇട്ട് തോപ്പിക്കാം. എങ്ങനെയുണ്ട് ഐഡിയ? ഓക്കെ ഗൈസ് ഇനി ഏകദേശം 1 മിനിറ്റ് 44 സെക്കൻഡ് കൂടി അത് കഴിഞ്ഞ ഷിൻജാന്റെ ബേസ് നമുക്ക് തകർക്കാട്ടെ ഗൈസ്. കണ്ടു അവിടെ ഒരുത്തുണ്ട്. അവന്റെ 30 സെക്കൻഡ് കഴിഞ്ഞാൽ അവന്റെ ബേസ് ആണല്ലോ. അപ്പൊ നമുക്ക് അങ്ങോട്ട് വിട്ടാലോ? എവിടെ ഷിൻജാനെ? ഷിൻജാൻ ഇവന്റെ ബേസിക്കാണോ? അവന്റെ ബേസിക്ക് തന്നെ. ഷിൻജാൻ ഇപ്പൊ അവന്റെ ബേസ് ആണല്ലോ. വേഗം വിട്ടോളൂ. റെഡി ലെറ്റ്സ് ഗോ. ലെറ്റ്സ് ഗോ. ഗൈസ് ഞാൻ അവനെ തോപ്പിച്ചിട്ടുണ്ട്. എടാ ഷിൻജാനെ നിന്റെ ബേസിക്ക് ഒരുത്ത് വരുന്നുണ്ട്. ഓ നോ
ശരിയാക്കണ നിക്കടാ. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും ടാറ്റാ.